മച്ചാമാരെ ഇതേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ ഇന്ന് പണിക്കോണല്ലേട്ടാ, ഇതെല്ലാവരും കൂടി വല്ലാർപാടം പള്ളി പെരുന്നാളിന് വേണ്ടി പോണേണ്. അപ്പം അതേ ചെറിയ വെള്ളം, നമ്മുടെ ചെറിയ വെള്ളത്തിലാണ് പോണത്. ഫോട്ടോ വെച്ചിന്ന് നമ്മ വെള്ളത്തിൽ കയറി വെള്ളം വിരണേട്ടാ. വല്ലാർപാടം പള്ളിയിലായിട്ട് പോകാൻ വേണ്ടി എല്ലാവരും സെറ്റപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് പിള്ളേരും ഉണ്ട് കേട്ടോ. നമ്മുടെ അനിയന്മാരൊക്കെയാണ്, എല്ലാവരും ഉണ്ട്. കൊച്ചുങ്ങളും ഫാമിലിയും, എല്ലാവരുടെയും ഫാമിലി ഇല്ല, ചിലവരുടെ ഫാമിലി ആയിട്ടില്ല, മക്കളും അനിയന്മാരൊക്കെ ആയിട്ട് ഒരു പിള്ളേരുണ്ട്. എല്ലാവരും കൂടി ഇതേ നമ്മളെ പോണേട്ടാ. ഇത് ഫോട്ടോ വെച്ചാണ്. ഫോട്ടോ വെച്ചിരുന്നത് അത് വൈപ്പിനിന്ന് റോറോ സർവീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 9 മണി കഴിഞ്ഞ് 9 മണി. അവിടെ ഒരു കുർബാന ആ ഒരു ടൈമിലാണ് നമ്മൾ എല്ലാം ഉദ്ദേശിച്ചത്. 9 മണി കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ വെച്ചിട്ടിയപ്പോൾ റോറോ സർവീസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും കൂടി പോണേണ്. നമ്മ ഇറങ്ങി വിട്ട് അവിടെ ഷിപ്മെൻറ്റിൻ്റെ സ്ഥലമാണ് കാണുന്നത്. നമ്മളാ കണ്ടെയ്നർ ലോഡിങ് ഒക്കെ നടക്കുന്ന സ്ഥലം. ഇത് വാട്ടർ മെട്രോ, വൈപ്പിൻകരയിലെ വാട്ടർ മെട്രോ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് കണ്ടേ. ഷിപ്പ് നോക്കി, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണ്ടി കാണാം. പണിയാൻ വേണ്ടി കയറ്റിയേക്കണേ. കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ ഷിപ്പൊക്കെ പണിയണ ഒരു യാർഡാണത്, വൈപ്പിൻകരയിലുള്ള ഒരു യാർഡാണത്. ഇത് നമ്മുടെ കുളച്ചവട്ടം എന്നാണ് ഇവിടെ പറയണത്. ആ ബോട്ട് പണിക്കോണാണ്. അത് നമ്മുടെ ഗോശ്രീ പാലമാണ് കാണാം. പള്ളി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാട്ടാ. അതാണ് വല്ലാർപാടം പള്ളി. വല്ലാർപാടം പള്ളിയോടം വരെ നമുക്ക് ചെല്ലാൻ പറ്റൂട്ടോ. കാരിയറുമായിട്ട് നമുക്ക് ഇങ്ങനെ കടലിലൂടെ തന്നെ അവിടെ എത്താൻ പറ്റും. കടലല്ലേ? കടലാണ്. ഇപ്പം കടലിൽ ശരിക്കും പടിഞ്ഞാട്ട് പോകണം. കടലും പുഴയും കൂടി ചേർന്നൊരു ഇതാണ് സ്ഥലം. ഇത് കാളമുക്ക് ഹാർബറ. നമ്മൾ മീൻ കൊടുക്കുന്ന സ്ഥലമാണ് കാണുന്നത്. കച്ചവടമുണ്ട്, എന്നുമുണ്ട്. നമ്മുടെ പണിക്കോത്ത വെള്ളമൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട് പാലത്തിൻ്റെ അടിയിൽ. അല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായിരിക്കും ഇങ്ങനെ കെട്ടിയിട്ടേക്കണത്. പിന്നെ എല്ലാവരും കെട്ടിയിടും അവിടെ. ഇപ്പം ആ വലപ്പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതേ കേരളും ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. വലപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഉള്ള ഇവിടെ അല്ലാട്ട് ഇടണം, നമ്മുടെ വെള്ളം മട്ടാഞ്ചേരിയിലിടണം. നമ്മ ഗോശ്രീ പാലത്തിൻ്റെ അടിയിൽ കൂടി അപ്പുറത്തെത്തി. ഇനി കുറച്ച് ഓട്ടം ഉണ്ട് കേട്ടോ നമുക്ക്. കാരണം അപ്പുറത്തുകൂടി കറങ്ങിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ചെറിയ ഗ്യാപ്പ് പോലത്തെ ഒരു വഴിയുണ്ട്. ആ വഴിയൊക്കെ എല്ലാവരും കാണിച്ചാലാട്ടാ. എല്ലാവരും കാണാം. നല്ല ഒരു പോക്കായിരുന്നു. നല്ല കണ്ട എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇല്ല, എന്നാലും അത്യാവശ്യം എല്ലാവരെയും വിളിച്ച് അപ്പോൾ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വന്ന്. പിന്നെ കുറച്ച് പേരൊക്കെ ലോങ്ങാണ്. സ്രാങ്കൊക്കെ ഒന്നും വന്നിട്ടില്ല. സ്രാങ്കൊക്കെ ലോങ്ങാണ്, പള്ളിത്തോടാണ്. അപ്പോൾ സ്രാങ്കൊക്കെ ഒന്നും വന്നിട്ടില്ല. സ്രാങ്കിന് പിന്നെ വേറെ എന്തോ ഹോസ്പിറ്റലിൽ എന്തോ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട്, ലോഡല്ല ആൾക്കാർ. നമ്മൾ വെള്ളത്തിൽ പോകണ അത്രയും പേരില്ല. 10-30 പേര് നമ്മൾ പോണേണ് വെള്ളത്തിൽ. കള്ള് ഷാപ്പ്, ഈ ഒറ്റ ഏണിലൊരു കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പൊക്കെ കാണണം. പിള്ളേരൊക്കെ നോക്കിയിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഗ്യാപ്പ് വഴി ഒന്നുമില്ല, ഒരു ഇടവഴി പോലത്തെ വഴിയാണ്. ഇവിടെ പൊടിഞ്ഞ വെള്ളം, മിനി വെള്ളം, കാരിയറ്, ഡെക്ക് വെള്ളം എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഇവിടുത്തെ ആൾക്കാരുടെ വെള്ളമായിരിക്കും. അതാണ് ഇവിടെ ഇട്ടേക്കണത്. കണ്ട ഇവിടെ അതേ സൈറ്റിലൊരു പൊളിഞ്ഞ ഷിപ്പിങ്ങനെ നോക്കി. അതൊക്കെ കണ്ട, ഇതൊക്കെ മറ്റേ കണ്ടെയ്നർ, കണ്ടെയ്നേഴ്സ് ഇല്ലേ, കണ്ടെയ്നേഴ്സ് ഇടണ. ഇവിടെ നിന്നാണ് നമ്മൾ ലോറിക്കുന്നത്. ഇതൊക്കെ മറ്റേ ചെറിയ കണ്ടെയ്നേഴ്സ് കണ്ട. നമ്മുടെ മച്ചന്മാരാണ് ഇരിക്കണത്. കണ്ട കണ്ടെയ്നേഴ്സാണ് ഇതുള്ളത്. ഇത് ഇവിടെ നിന്ന് കണ്ടെയ്നറിൽ കയറ്റിയിട്ട് നേരെ കണ്ടെയ്നർ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നറിലായിട്ട് ഇറങ്ങും. പായലൊക്കെ നോക്കി നിറച്ചും പായൽ. ഇവിടെ കൂടിയൊക്കെ നമ്മൾ എഞ്ചിനൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. കാരണം പായലിൻ്റെ ഇടയ്ക്ക് മറ്റേ തടിക്കഷ്ണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പായലിൻ്റെ അപ്പുറത്ത് കൂടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകണത്. ഇപ്പം എത്താറായിട്ടുണ്ട്. കുറച്ചുകൂട്ടുള്ളൂ. ഈ സ്ഥലമൊക്കെ നോക്കിയാൽ നല്ലൊരു കാഴ്ചയായിരുന്നു നമുക്ക്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ല
ചെറുപ്പത്തിലേ പോയിട്ടുണ്ട്. അപ്പനെ കൂടി ബോട്ടിൻ്റെ എന്തോ ഇതിന് വേണ്ടി പോയിട്ടുണ്ടോ എല്ലാവരോടും പള്ളി ഇതേപോലെ കയറി. പക്ഷെ ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് നമുക്കൊരു ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണത്. നല്ലൊരു കാഴ്ച ഇത് കാണുന്നുണ്ടോ, മൊത്തം കണ്ടെയ്നേഴ്സ് അടക്കിയിട്ടാണ് ഇടയ്ക്ക് വെച്ചേക്കണേ. ഇവിടെ പിശോൻ്റെ വള്ളക്കാർ നേരത്തെ വന്നിട്ടുണ്ട്, അവരും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേക്കണേ. അപ്പോൾ നമ്മൾ ആ കയറേണ്ട പുറത്തായിരിക്കും പിടിക്കാതെ നമ്മൾ പള്ളിയിലെത്തിയട്ടാ നടക്കണ എല്ലാവരും കൂടി. അതേ പള്ളിയിലെത്തി. പിന്നെ നമുക്ക് പിന്നെ കാണാം. പള്ളിയിൽ പോയി നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം അടുത്ത ആഴ്ച പോയി പണിയെടുത്ത് കുറേ പൈസ ഉണ്ടാക്കി നേർച്ചയിടാൻ ക്യൂ നിൽക്കണേണ്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.